അപ്പോൾ അടുത്ത പ്രോബ്ലം, ആൻ ഇലക്ട്രോൺ ഈസ് കൺഫൈൻഡ് ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് ഓഫ് വിഡ്ത്ത് L equal to 10 angstrom. The electron in the first excited state de-excites to the ground state. The wavelength of the emitted radiation in micrometer is ആണ് പ്രോബ്ലം. റൗണ്ട് ഓഫ് ടു 1 ഡെസിമൽ പ്ലേസ്. അതുപോലെ തന്നെ മാസ് ഓഫ് ഇലക്ട്രോണിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതൊരു വൺ ഡയമെൻഷണൽ ബോക്സ് ബേസ് ചെയ്ത പ്രോബ്ലം ആണ്. അപ്പോൾ ഒരു 1D ബോക്സിനകത്ത് അതിന്റെ ലെങ്ത് 10 ആങ്സ്റ്റർ ആണ്. ഇലക്ട്രോണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ടി എക്സൈറ്റ് ചെയ്യാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? എനർജി എമിറ്റ് ചെയ്യും, ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയ വേവ് ലെങ്ത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വേവ് ലെങ്ത് കാണേണ്ടത് മൈക്രോമീറ്റർ യൂണിറ്റിന് ആണ് എന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു 1D ബോക്സിന് അല്ലേ, ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ അതിന് ഓരോ സ്റ്റേറ്റ് ഉണ്ട്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അങ്ങനെ ധാരാളം സ്റ്റേറ്റുകൾ 1D ബോക്സിലുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഈ 1D ബോക്സിനകത്തുള്ള ഏതൊരു പാർട്ടിക്കിളിൻ്റെയും വേവ് ഫംഗ്ഷന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാവുന്നതാണ്. സൈ ഈക്വൽ ടു √2/L സൈൻ n/x/L. ഒരു 1D ബോക്സിനകത്തുള്ള ഏതൊരു പാർട്ടിക്കിളിൻ്റെയും വേവ് ഫംഗ്ഷൻ ആണ് സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ഇതിൽ L എന്ന് പറഞ്ഞാൽ എന്താ? ഈ 1D ബോക്സിന്റെ ലെങ്ത്. അത് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. L ഈക്വൽ ടു എത്രയെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 10 ആങ്സ്ട്രം. 10 ആങ്സ്ട്രം ആണ് എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് 10 ആങ്സ്ട്രം ആണ് തന്നിട്ടുണ്ട്. 10 ആങ്സ്ട്രം എന്ന് പറയുമ്പോൾ 10 × 10⁻⁻10 മീറ്റർ, അതായത് 10⁻⁻9 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. പിന്നുള്ളതിൽ എന്താണ്? സൈൻ n/x. എന്താ n എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത്? n ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ്, n ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, n ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് സോ ഓൺ. അങ്ങനെ പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ 1D ബോക്സിനകത്ത് ഏതൊരു സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളിന്റെ എനർജി കാണാനുള്ള ജനറൽ ഫോർമുല എന്താണ്? En ഈസ് ഈക്വൽ ടു nth സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളിന്റെ എനർജി 1D ബോക്സിൽ n² π² h²/2ml². നമുക്കറിയാം ഇക്വേഷൻ. എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത്. അപ്പോൾ E1 കണ്ടു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, അപ്പോൾ N1 ആയിരിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി കിട്ടും. E2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അങ്ങനെ അപ്പോൾ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ള ഇവിടെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് ഡി-എക്സൈറ്റ് ചെയ്യുന്നു എവിടെ? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക്. ഓക്കെ, അപ്പോൾ എനർജി കൂടുതലായിരിക്കും എവിടെ? സ്വാഭാവികമാണല്ലോ, എന്നെ കൂടുമ്പോൾ എനർജി കൂടുതലായിരിക്കും. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അവിടുന്ന് എനർജി കുറഞ്ഞ ഈ സ്റ്റേറ്റിലേക്ക് ഡി-എക്സൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ഈ രണ്ട് സ്റ്റേറ്റിന്റെയും എനർജിന്റെ ഡിഫറൻസ് എത്രയാണോ അത്രയും എനർജി എന്ത് ചെയ്യും? അത് റിലീസ് ചെയ്യും, എമിറ്റ് ചെയ്യും. അതാണ് റേഡിയേഷൻ ആയിട്ട് വരുന്നത്. ആ എനർജിക്ക് കറസ്പോണ്ടിങ് ആയ വേവ് ലെങ്ത്, ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ എനർജിക്ക് കറസ്പോണ്ടിങ് ആയ വേവ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന, നമ്മളിപ്പോൾ പറഞ്ഞു, എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴുള്ള എനർജിന്ന് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴുള്ള എനർജി മൈനസ് ചെയ്തായിരിക്കും അല്ലെ? E2, അതായത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ N2 ആയിരിക്കുമ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ എനർജി മൈനസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി E1. അതിന് ഈക്വൽ ആയിരിക്കും എന്ത്? ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ E2 E1ഉം ജസ്റ്റ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. എന്താ E2 എന്താ വരിക? 2² n എന്നുള്ളത് 2 അല്ലേ? 2² π²h²/2ml² എന്ന് വരും. മൈനസ് E1 1² π²h²/2ml² എന്ന് വരും. അതാണ് എന്ത്? എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ എനർജി എന്ന് പറഞ്ഞാൽ. ഇതിൽ കോമൺ ആയതിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ π² ഉണ്ട്, h²/2ml². പിന്നെന്താണ് ഇവിടെ വരിക? 2² 4 മൈനസ് 1² 1 എന്ന് വരും. എന്ന് പറയുമ്പോൾ 4 - 1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? ജസ്റ്റ് 3 ആണ് വരിക. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് 3 നോക്കി. ഓക്കെ, അതാണ് എന്ത്? എനർജി ഓഫ് റേഡിയേഷൻ, പുറത്തുവിടുന്ന എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എനർജി. നമുക്ക് ആ എനർജി അല്ല കാണേണ്ടത്, അതിന് കറസ്പോണ്ടിങ് ആയ വേവ് ലെങ്ത് ആണ്. അപ്പോൾ എനർജിന് വേവ് ലെങ്ത്തിന് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? നമുക്കറിയാം E = hν എന്നാണ്. h ന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂനെ c/λ എന്ന് എഴുതാം. അപ്പോൾ E = hc/λ. ഇതാണ് എനർജിനെ വേവ് ലെങ്ത്തിന് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ എനർജി ഓഫ് റേഡിയേഷനെ നമ്മൾ ഇങ്ങനെ ഈ ഫോമിലേക്ക് മാറ്റി. എങ്ങനെ? ഈ hc/λ എന്ന് കൊടുത്തു. That's equal to എന്താ? 3 × π² h ക്രോസ് സ്ക്വയർ. h ക്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം h/2π ആണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം 3π² ഞാൻ ഇവിടെ ഉള്ളൊക്കെ എഴുതി. 2ml² ഓൾറെഡി ഉണ്ട്. പിന്നെന്താണ്? h ക്രോസ് സ്ക്വയർ ആണ്. h ക്രോസ് സ്ക്വയറിനെ നമ്മൾ ഇങ്ങനെ ആക്കി എഴുതാം. അപ്പോൾ എന്ത് വരും? h² ഇതിന്റെ ഒക്കെ സ്ക്വയർ വരും. 4
പൈ സ്ക്വയർ. ഓക്കെ, ഇതിൽ ക്യാൻസൽ ചെയ്യാനൊക്കെ ക്യാൻസൽ ചെയ്യുക. പൈ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. ഇവിടുന്ന് ഒരു എച്ചും ഈ ഒരു എച്ചും ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്താണ് കാണേണ്ടത്? ലാംഡ ആണ് കാണേണ്ടത്. സോ ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് വരും? റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 8ml സ്ക്വയർ അല്ലേ, ഈ 2 4 8 ആയി മാറി. 8ml സ്ക്വയർ ഇൻറ്റു സി, ഇവിടെ ഉണ്ട് സി ബൈ 3h എന്ന് വരും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, 10 പവർ അതായത് 10 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10 പവർ -9 മീറ്റർ ആണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, 8 ഇൻറ്റു 9.1 ഇൻറ്റു 10 പവർ -31 മാസ് ഓഫ് ഇലക്ട്രോൺ. ഇത് 10 പവർ -9 ഹോൾ സ്ക്വയർ ഇൻറ്റു സിയുടെ വാല്യൂ 3 ഇൻറ്റു 10 പവർ 8 ബൈ 3 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 6.626 ഇൻറ്റു 10 പവർ -34. എല്ലാ വാല്യൂസും പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യുമ്പോൾ അറൗണ്ട് 1.1 മൈക്രോമീറ്റർ, 1.1 മൈക്രോമീറ്റർ, അറൗണ്ട് 1.1 അപ്രോക്സിമേറ്റ്ലി 1.1 മൈക്രോമീറ്റർ ആണ് എന്ന് ജസ്റ്റ് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. ദാറ്റ്സ് ഇറ്റ്.